എടാ ചെറുക്ക, വെറും വക്കീലായിരുന്ന എന്നെ നിനക്കൊരു പുല്ലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മൈസ്രേട്ടായി കഴിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാടാ? ദേ, ഒരു കാര്യം നീ പ്രത്യേകം ഓർത്തോ. ഇനി ആരെങ്കിലുമായിട്ട് നീ പ്രശ്നത്തിന് പോകുമ്പോ ഗിരി നിങ്ങളുടെ കൂടെ ഇല്ലാന്ന്. ഇനി ആര് വേണമെങ്കിലും നിന്റെ ദേഹത്ത് കൈവെക്കാൻ ധൈര്യം കാണിക്കൂടാ. ഒരുത്തനും നിന്നെ പേടിക്കില്ല. എന്നെ തൊടുന്നത് അത്ര എളുപ്പമൊന്നും ആവില്ല. ഓ, നല്ല എളുപ്പമാണല്ലോ. ഇനി മേല പട്ടിഷോ കാണിച്ചോണ്ട് നിന്നെ ഇവിടെ അങ്ങനെ കണ്ട കാലേവാരി നിന്നെ ഞാൻ ഭിത്തിയിലൊട്ടിക്കും. മനസ്സിലായടാ? നീ എന്റെ ബൈക്കിൽ മയക്ക് വിടുന്നു നോക്കലടാ. സാരമില്ലടാ, അത് കാരണമാണല്ലോ ഗിരി നിങ്ങളെ വിട്ടു വന്നത്. എനിക്ക് അതുകൊണ്ട് നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ തന്ന അടിയിൽ ഞാൻ എല്ലാം അങ്ങോട്ട് നിർത്തുക. എടോ ഗോപാല, താൻ പേടിക്കുന്നത് ശരിയാ. ഞാൻ മജിസ്ട്രേറ്റായ ഉറപ്പായും മാധവൻ സാറിന്റെ കേസ് വീണ്ടും കുത്തിപ്പൊക്കാൻ മഞ്ജുവിനെ ഞാൻ സഹായിക്കും. തനിക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിച്ചു തരാൻ ശ്രമിക്കുകയും ചെയ്യും.